നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് നല്ല അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, നല്ല ആശയങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിലൊന്നും അല്ല എത്തുമായിരുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരു ചൊല്ല് തന്നെ ഉണ്ട്, ഇങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, ഇങ്ങനെ ഒരു പറച്ചിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കൊരു കോടീശ്വരനാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 1000 സുഹൃത്തുക്കൾ ഉണ്ടാവുന്ന പറയുന്നത്. 1000 അടുത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടീശ്വരനാകാൻ പറ്റുമെന്ന് പറയുന്നത്. അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു നിത്യജീവിതത്തിൽ നിങ്ങൾ ഇടപഴകുന്ന, സംസാരിക്കുന്ന വ്യക്തികൾ ഒരുപാടുണ്ടോ എങ്കിൽ അത്രയും ചാൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വരാനും ജീവിതത്തിൽ നിങ്ങൾക്ക് മികച്ച നിലവാരം ഉള്ള ഒരു ജീവിത രീതി നയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനെന്ത് വേണം? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുതിയ വ്യക്തികളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് സമീപിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻ, ഓക്കെ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ സ്വീകരിക്കണം, അദ്ദേഹമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാവണം, പെട്ടെന്ന് തന്നെ വളരെ നല്ലൊരു അടുത്ത ബന്ധം ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അതൊരിക്കലും മനസ്സിൽ വെക്കരുത്. ബന്ധങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടം ഘട്ടം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പരിചയപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് വലിയൊരു ജാടയിൽ നിന്ന് സംസാരിക്കാതിരിക്കുക. അറ്റ് ദ സെയിം ടൈം ഒരു അപരിചിതത്വം ഫീൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. ഒരു സാധാരണ മനുഷ്യനോട് സൗഹാർദ്ദപരമായിട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കുമോ, സോഷ്യൽ ബീയിങ് എന്ന നിലയ്ക്ക് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുക ആ രൂപത്തിൽ സംസാരിക്കാനുള്ള ശ്രമം നടത്തുക. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരിക്കലും ചിന്തയുണ്ടാവരുത് എന്ത്, ഓക്കെ അദ്ദേഹം എന്നെക്കാട്ടിലും അറിവുള്ളവനാണ്, അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളാണ്, വലിയൊരാളാണ് എന്നെക്കാട്ടിലും, അതുകൊണ്ട് എന്നെ സ്വീകരിക്കുമോ, എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമോ, അങ്ങനെ ചിന്ത വേണ്ട. കാരണം നിങ്ങളുടെ മേഖലയിൽ അഗ്രഗണ്യനാണ് നിങ്ങൾ, അവരുടെ മേഖലയിൽ അവർക്ക് അറിവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളും അറിവ് കുറഞ്ഞവനല്ല, അവരും അറിവ് കുറഞ്ഞവനല്ല, രണ്ടുപേരും തുല്യരാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്ന് നിൽക്കണം നിങ്ങളെപ്പോഴും. കാരണം ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മളെല്ലാവരും തുല്യരാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ സൗഹൃദ ബന്ധങ്ങളും വളരെ അടുക്കും തോറും അത് അകലാനുള്ള സാധ്യതകളും ഉണ്ട്. കാരണം അടുക്കും തോറുമാണ് നമ്മൾ അവരെക്കുറിച്ച് പരസ്പരം, അല്ലെങ്കിൽ ഈ വ്യക്തികൾ തമ്മിൽ പരസ്പരം അറിയുന്നത്, അവരുടെ പോരായ്മകൾ അറിയുന്നത്, അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അടുക്കും തോറും പലപ്പോഴും നമ്മുടെ നല്ല രീതിയിലുണ്ടായിരുന്ന ബന്ധങ്ങൾ വഷളാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു വ്യക്തി ചിലപ്പോൾ കൂടുതൽ അടുക്കാനും ഓവർ സ്വാതന്ത്ര്യം കാണിക്കാനും പ്രൈവസിയിൽ കൈകടത്താനും ഒക്കെ സാധ്യതയുണ്ടാവും. പലപ്പോഴും സൗഹൃദങ്ങൾ സൃഷ്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഡിമാൻഡിങ് പേഴ്സണാലിറ്റി ആവരുത്. പെട്ടെന്ന് ഡിമാൻഡ് ചെയ്യുന്ന, അറ്റാക്ക് ചെയ്യുന്ന മെൻറ്റാലിറ്റി പാടില്ല. അവരോട് ചെന്നിട്ട് തോളത്തൂടെ ആദ്യം കാണുന്ന പാടത്തിന് തോളത്തൂടെ കൈവിട്ട് പിടിച്ചിട്ട് അവരെ കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും ശ്രമിക്കരുത്. നിങ്ങളുടെ ശൈലി അതായിരിക്കാം, നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല, പക്ഷേ അവരുടെ ശൈലിയും അവരുടെ പേഴ്സണാലിറ്റി ചിലപ്പോൾ അതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ചെല്ലുക, അവരോട് പരിചയപ്പെടുക. ഒരു സാധാരണ ഉണ്ടാകുന്നത് പോലെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഹായ് ഹലോ എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്, നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എന്ത് ചെയ്യുക, അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക. എൻ്റെ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറുന്നതല്ല ബന്ധത്തിൻ്റെ നിലനിൽപ്പ്, മറ്റുള്ള വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറലാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു ഇടപഴകലുകളാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് 5 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 5 ഫ്രണ്ട്സിൻ്റെ ആവറേജ് ആയിരിക്കും നിങ്ങളെന്നാണ് പറയുന്നത്. ആ 5 ഫ്രണ്ട്സും നെഗറ്റീവാണ്, ബിലോ ആവറേജ് ലൈഫ് നയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ തിങ്കിങ് ലെവൽ ബിലോ ആവറേജ് ആയിരിക്കും. നിങ്ങളും അതേപോലെ ആയിത്തീരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന, അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രണ്ട്സ് ഇല്ല എങ്കിൽ, വലുതായിട്ട് ചിന്തിക്കുന്ന ഫ്രണ്ട്സ് ഇല്ല എങ്കിൽ ഇത് സമയമായി കഴിഞ്ഞു. ഇനി മുതൽ ഈ ഒരു ഗ്രൂപ്പിനെ വിട്ടിട്ടോ അതല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ നിലനിർത്തിയിട്ടോ പുതിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, എനർജൈസ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ നെഗറ്റീവ് ആകുന്ന രീതിയിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നെഗറ്റീവായിട്ടുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവരാണെങ്കിൽ ഒഴിവാക്കാൻ പാടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിശോധിക്കണമെന്ന്, നമ്മൾ അവരുമായിട്ട് ഇടപഴകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഏത് രീതിയിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് ശ്രമിക്കാം. മറ്റൊരു കാര്യം, നമ്മളുടെ പവർ കൂട്ടിക്കൊണ്ടിരിക്കണം. അവർ വളരെ പവർ കുറഞ്ഞു വരും, അവർ ചിലപ്പോൾ നെഗറ്റീവ്ലി ഭയങ്കര പവർ കൂടിയവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്ലി നമ്മൾ എത്രത്തോളം പവർ ഉള്ളവരാണ്. നമ്മൾ നല്ല പവർ ഉള്ളവരായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ എത്ര നെഗറ്റീവ് പവറിനെയും വന്നാലും നമ്മളെ ബാധിക്കാത്ത അത്ര പവർഫുൾ ആയിട്ട് നമ്മൾ മാറും. അതിനെന്ത് വേണം? നമുക്ക് നെഗറ്റീവായിട്ടുള്ള വളരെ അടുത്ത ബന്ധങ്ങളുള്ളവരുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അതിലേറെ നല്ല സുഹൃത്തുക്കളുടെ എണ്ണം കൂട്ടണം. മറ്റുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആൾക്കാർ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ ഞാൻ എന്റെ ഹാപ്പിനെസ് എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് അവസരം വേണം, എനിക്ക് അത് വേണം എന്ന് സ്വാർത്ഥമായിട്ട് ചിന്തിക്കാതെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ
എനിക്ക് അവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാവണം, എങ്കിൽ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അപ്പോൾ മറ്റുള്ളവരെ ഹാപ്പി ആക്കണം. മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ തയ്യാറുള്ള വ്യക്തിയാണ് ഞാൻ. നല്ല രീതിയിൽ അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നത് അവരെ ഹാപ്പി ആക്കലാണ്. അവരെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് അതിന് ഗൈഡൻസ് കൊടുക്കുന്ന, ഒരു അറിവ് പറഞ്ഞു കൊടുക്കുന്നത് അവരെ ഹാപ്പി ആക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളുടെ സ്വാർത്ഥമായിട്ടുള്ള എപ്പോഴും നമ്മളെ തന്നെ മാത്രം ചിന്തിക്കുന്ന ഇഷ്ടങ്ങളിൽ നിന്ന് മാറുന്നതുകൊണ്ട് അവർക്ക് കൂടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ചിന്തിക്കുക. ബന്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആ വ്യക്തിയെ ജോലിയിൽ നിന്ന് ഇറക്കിയിട്ട് കൂട്ടുപിടിച്ചിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോവുകയോ അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ജോലിക്ക് പോകാൻ സമ്മതിക്കാതെ അടിച്ചു പൊളിക്കാനും കറങ്ങാനും ഭക്ഷണം കഴിക്കാനും എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഒരു ബന്ധം, ഒരു നല്ലൊരു സൗഹൃദ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ വേദന എന്താ, യഥാർത്ഥ സ്വപ്നങ്ങൾ എന്താ, അതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകാൻ, അതിനാവശ്യമായിട്ടുള്ള പ്രചോദനമേകുന്ന വാക്കുകൾ നൽകാൻ, അവന് സഹായം ആവശ്യമുള്ള സമയത്ത് സഹായം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് സൗഹൃദ ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക. മറ്റൊരു കാര്യം, ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, വാട്സപ്പ് മെസ്സേജ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഷാഫി ഇൻസ്പേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. കൂടുതൽ ക്ലാസ്സുകൾ അവിടെ ലഭിക്കുന്നുണ്ട്. പുറമെ ഷാഫി ഇൻസ്പേഴ്സിൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. വീണ്ടും വീഡിയോസ് വരുന്നതാണ്. സീ യു ലേറ്റർ. ബൈ, ടേക്ക് കെയർ.